ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അറിവിന് വേണ്ടി. ഇപ്പം വെഹിക്കിൾ നമ്പർ 1 അതിൽ 1 നമ്പർ ഇട്ടിട്ടുണ്ട്. ആ വണ്ടി പോകേണ്ട പേട്ട 2 ചാക്ക. അപ്പോൾ ഇനി കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സൗജന്യമായി ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും കോർപ്പറേഷന്റെ ഉത്തരവാദിത്തത്തിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല ദിവസത്തിൽ ആദ്യം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ആവശ്യമായിട്ടുള്ള വെള്ളം പോലും ലഭിക്കാതിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അതിന്റെ പേരിൽ വലിയ സമരങ്ങളടക്കം നടക്കുകയുണ്ട്. ഇപ്പോഴിതാ വി രാജേഷിന്റെ നേതൃത്വത്തിൽ, മേയറുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ദിവസത്തിലേക്ക് ഭക്തർക്ക് വേണ്ടിയുള്ള കുടിവെള്ളത്തിന്റെ കാര്യത്തിലടക്കം നഗരസഭ എടുത്ത തീരുമാനം, അതിന്റെ ഭാഗമായിട്ടുള്ള ടാങ്കറുകൾ ഇന്നിപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ കുടിവെള്ളക്ഷാമം കുറച്ച് രൂക്ഷമായി തുടരുകയാണ്. ഇത്രയും ദിവസം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിക്കുകയും പല ഘട്ടങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കോർപ്പറേഷൻ. എന്നാൽ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മണക്കാട് പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് റോഡ് ഉപരോധം വരെ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വീണ്ടും ഞങ്ങൾ വാട്ടർ അതോറിറ്റിയോട് ഇന്ന് രാവിലെ മീറ്റിംഗ് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പൈപ്പിലൂടെ പല സ്ഥലങ്ങളിലും വെള്ളം വരുന്നില്ല. കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ ഉത്തരവാദിത്വത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരംഭം കുറിക്കുകയാണ്. നിലവിൽ 107 ടാങ്കറുകൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല ഭാഗത്ത് ശുദ്ധജലം എത്തിക്കുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നം ഉള്ള വാർഡുകളിലെ കൗൺസിലർമാരിൽ നിന്ന് വിവരം ശേഖരിച്ച് ആവശ്യത്തിനുള്ള ടാങ്കറുകളൂടി ഞങ്ങൾ കൂടുതലായി എടുക്കുകയാണ്. ഇപ്പോൾ 60 ടാങ്കറുകളൂടി വേണമെന്നാണ് എത്തിയിട്ടുള്ള ഒരു വിലയിരുത്തൽ. കൂടുതൽ ടാങ്കറുകളുടെ ആവശ്യം വരുന്ന ഘട്ടത്തിൽ വീണ്ടും വാഹനങ്ങൾ എടുക്കും. അപ്പോൾ ഇനി കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സൗജന്യമായി ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും കോർപ്പറേഷന്റെ ഉത്തരവാദിത്തത്തിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കോർപ്പറേഷൻ സെക്രട്ടറി, ഹെൽത്ത് ഓഫീസർ, എല്ലാ ഉദ്യോഗസ്ഥരും ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടെയുണ്ട്. ഓരോ വാർഡിനും ഓരോ നമ്പർ ഇട്ട് ടാങ്കറുകൾ ആ വാർഡിൽ കൊടുക്കുകയാണ്. അവിടുത്തെ കൗൺസിലറുടെയും അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും മേൽനോട്ടത്തിൽ ആ വാർഡിൽ എവിടെയൊക്കെയാണോ കുടിവെള്ള പ്രശ്നമുള്ളത് അവിടെയൊക്കെ ഈ ടാങ്കറുകൾ ഉപയോഗിക്കാം. ഈ ടാങ്കറുകൾ ആ വാർഡിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. വേറെ ഒരിടത്തേക്കും ഈ ടാങ്കറുകളെ വിളിക്കുകയുമില്ല, വേറെ ഒരിടത്തേക്കും പോകാനും പാടില്ല. ആ വാർഡിൽ എവിടെയൊക്കെയാണോ ആൾക്കാർ കുടിവെള്ളം ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്നത് അവിടെയൊക്കെ തന്നെ സൗജന്യമായി കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും കൗൺസിലർക്കുമാണ്. അതിന്റെ സാമ്പത്തിക ചെലവുകളും മറ്റ് അതിനെ മോണിറ്റർ ചെയ്യുന്നതൊക്കെ തന്നെ കോർപ്പറേഷൻ ഹെൽത്ത് സൂപ്പർവൈസർമാരും അതോടൊപ്പം തന്നെ ഹെൽത്ത് ഓഫീസറും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോമൻ ഉൾപ്പെടെയുള്ളവർ അതിന് മേൽനോട്ടം വഹിക്കും. അടിയന്തര സാഹചര്യം വരുമ്പോൾ ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറി, മേയർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങളിൽ ഇടപെടും. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ വാഹനങ്ങളുടെ ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ രംഗത്തിറക്കും. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ ഇക്കാര്യങ്ങളിൽ ഇടപെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇടപെടുന്ന ഒരു മോണിറ്ററിംഗ് ടീം ഉണ്ടാകും. കൂടുതൽ വെൻഡിംഗ് പോയിന്റുകളിൽ നിന്നും വെള്ളം തരണമെന്ന് വാട്ടർ അതോറിറ്റിയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ട് ടാങ്കറുകൾ ഉണ്ടാവും. അവിടുത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന ആവശ്യമനുസരിച്ച് പൊങ്കാലയുമായി ബന്ധപ്പെട്ടോ മറ്റ് വീട്ടാവശ്യത്തിനോ ഒക്കെ തന്നെ ഞങ്ങൾ ആവശ്യത്തിന് വെള്ളം എത്തിച്ചു കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് കോർപ്പറേഷൻ അടിയന്തരമായി ചെയ്തിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. 8 ടാങ്കറുകളാണ് ഇപ്പോൾ ആ മേഖലയിൽ ആ പ്രദേശത്തുണ്ടാകണം എന്ന്. അതായത് അവിടെ ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ ടാങ്കറുകൾ കൂടുതൽ ഇട റോഡുകളിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 2000 ലിറ്ററിന്റെ ടാങ്കർ അവിടെ മൂവ് ചെയ്യാൻ കണക്കിന് എവിടെയാണോ പറ്റുന്നത്, 2-3 പ്രദേശങ്ങളിലേക്ക് പോകാൻ കണക്കിന് എവിടെയാണോ പറ്റുന്നത് അവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഏത് സ്ഥലത്തു നിന്നാണോ അത്യാവശ്യം ടാങ്കർ എടുക്കാൻ പറ്റുന്നത് ആ പ്രദേശത്ത് പോകും. എന്തായാലും നഗരത്തിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ള എല്ലാ വാർഡുകളിലേക്കും ടാങ്കർ, ഒരു വാർഡിന് ഒരു ടാങ്കർ, ആ ടാങ്കർ പിന്നെ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നവർ അവിടെ തന്നെ ഉപയോഗിക്കാം. അതിന്റെ സാമ്പത്തിക ചെലവൊക്കെ തന്നെ കോർപ്പറേഷൻ ആണ് ചെലവെല്ലാം വഹിക്കുന്നത്. വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി PTP, വെള്ളയമ്പലം, ഐരാണിമുട്ടം ഈ 3 വെൻഡിംഗ് പോയിന്റുകൾ സജ്ജമായിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയായിട്ട് സംസാരിച്ച ധാരണയായിട്ടുണ്ട്. ഈ ടാങ്കറുകൾ വെള്ളം തീരുന്നതനുസരിച്ചിട്ട് ഈ വെൻഡിംഗ് പോയിന്റുകളിൽ പോയിട്ട് വെള്ളം ഫില്ല് ചെയ്യാം. അതിന്റെ ഒക്കെ തന്നെ സാമ്പത്തിക ചെലവ് കോർപ്പറേഷൻ നോക്കും. വാട്ടർ അതോറിറ്റിയോട് വെള്ളം സൗജന്യമായി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ചെലവ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഏറ്റെടുക്കും. എന്തേ 107 ടാങ്കറുകൾ ഓൾറെഡി ഓടുന്നുണ്ട്.
ഞങ്ങൾ ഒരു 60 ടാങ്കറുകൾ കൂടിയാണ് ഇപ്പോൾ ആവശ്യം വന്നിട്ടുള്ളത്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ ടാങ്കറുകൾ എടുക്കും. ഞങ്ങൾ ടെൻഡർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര ടാങ്കർ വേണമെങ്കിലും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യൂവിൽ നിരവധി ടാങ്കറുകൾ 100 ടാങ്കറുകളോളം ക്യൂവിലുണ്ട്. അത് വേണമെങ്കിൽ ആവശ്യം വരുന്ന ഘട്ടത്തിൽ എടുക്കുവാൻ കണക്കിൽ സജ്ജമാണ് കോർപ്പറേഷൻ. തീർച്ചയായിട്ടും കുടിവെള്ളം പൊങ്കാലയിടുന്നവർക്കും അതുപോലെ തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്കും ആർക്കൊക്കെയാണോ കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നത് അതിൽ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും. പക്ഷേ പൈപ്പിലൂടെ വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കാണ്. ഞങ്ങൾക്കുള്ള മെക്കാനിസം ഇല്ല. അരുവിക്കരയിൽ നിന്നും ഭൂമിക്കടിയിലൂടെ പൈപ്പ് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് തരേണ്ട ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കാണ്. മാത്രമല്ല അവർക്ക് അതിന്റെ മെഷീനറിയും സ്റ്റാഫും മെക്കാനിസവും ഉള്ളൂ. അതിൽ ഇടപെടാനും കോർപ്പറേഷന് പരിമിതിയുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന വെള്ളം സിറ്റിക്കകത്ത് പൈപ്പുകളിൽ എന്തെങ്കിലും ബ്ലോക്കോ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിക്ക് അത് പൂർത്തിയാക്കിയിരിക്കാൻ പറ്റിയില്ല. അവർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വെള്ളം എത്താൻ തടസ്സം ഉണ്ടാവരുത്. പക്ഷേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം ഈ ടാങ്കർ പോകാത്ത ചെറിയ ഇടറോഡുകൾ, തിരുവനന്തപുരത്ത് ഒരുപാട് ഇടറോഡുകളുണ്ട്. ഈ സ്കൂട്ടർ സൈക്കിൾ മാത്രമേ പോകുള്ളൂ. അവിടെ 1000കണക്കിന് വീടുകളുണ്ട്. ആ പ്രദേശങ്ങളിലേക്ക് പൈപ്പിലൂടെ മാത്രമേ വെള്ളം എത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ സ്വാഭാവികമായിട്ട് ടാങ്കർ എത്തുന്ന സ്ഥലം വരെ പരമാവധി ഹോസ് നീളമുള്ള ടാങ്കറുകളാണ് വിളിച്ചിട്ടുള്ളത്, എത്തിക്കും. ബാക്കിയുള്ള സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ അടുത്ത് ആലോചിക്കേണ്ടത്. റെസിഡൻസ് അസോസിയേഷനുമായിട്ടും കൗൺസിലർമാരുമായിട്ടും ആലോചിച്ച് തീരുമാനിക്കും. കൗൺസിലർമാരെ അവിടെ വിളിച്ചിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ടാങ്കറുകൾ പ്രവർത്തിക്കുന്നത്. അല്ല, അക്കാര്യങ്ങളെ കുറിച്ചുള്ള കമന്റ് ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. എന്തായാലും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പരിപാടിയിലേക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ വാഹനം അലോട്ട് ചെയ്യും. ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അറിവിന് വേണ്ടി. ഇപ്പം വെഹിക്കിൾ നമ്പർ 1 അതിൽ 1 നമ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ആ വണ്ടി പോകേണ്ട പേട്ട, 2 ചാക്ക, 3 വലിയ തുറ, 4 വെട്ടുകാട്, 5 ചാല, 6 വലിയ ചാല, ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കും. ആ വാഹനം ഇനി കുടിവെള്ള പ്രശ്നം മാറുന്നത് വരെ ആ വാർഡിൽ കിടന്നാൽ മതി. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം. ഇതാണ്